ഇത് നമ്മളെ മാസ്റ്റർ പീസ് ഹനീത്ത് എന്ന് പറയും. ഹനീത്ത് റിബ്സ് നമ്മളെ വാരിയല്ലേ, മട്ടൺ വാരിയല്ലേ, റിബ്സ് ആണ് ഇതങ്ങനെ തന്നെ. ഓക്കെ, ഇത് ചിക്കൻ മുകളുകൾ. ഓക്കെ, നമ്മളൊരു സ്പെഷ്യൽ വേറെ ഐറ്റംസ്. അത് ഒരുപാട് പേർക്ക് കഴിക്കല്ലോ ശരിക്ക്. ഇതില് മട്ടൺ മദ്ഫു എന്ന് പറയും, ചിക്കൻ മദ്ബി അതായത് ചിക്കൻ ചാർക്കോള്, ഇത് മട്ടൺ മന്തി. ഓക്കെ, ഗ്രേറ്റ്. 2 ടൈപ്പ് റൈസും ഇൻക്ലൂഡ് ആണ്. റെസ്റ്റോറൻറ്റ് ചെന്നപ്പോൾ തന്നെ ഒരുപാട് അറബ്സ് ഉണ്ടായിരുന്നു. അറബ്സ് മാത്രമല്ല, ഒരുപാട് നമ്മളെപ്പോലുള്ള സുഹൃത്തുക്കളും അവിടെ കാണാൻ സാധിച്ചു. ഇത് സംസം റെസ്റ്റോറൻ്റ് ആട്ടോ. ദുബായിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അവർക്ക് ഒരുപാട് ശൃംഖലുണ്ട്. ഇപ്പോൾ ഖത്തറിലും ആരംഭിച്ചിട്ടുണ്ട്. മട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പോട്ടായിരിക്കും സംസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഓവറോൾ ഇതിൻ്റെ ആംബിയൻസ്, അതേപോലെ തന്നെ ഇവിടുത്തെ മജ്ലിസുകൾ, ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ബ്യൂട്ടിഫുള്ളാണ്. ഫുഡ് രക്ഷയില്ല, സർവീസ് അതിലും സൂപ്പറാണ്. പിന്നെ ഇവരുടെ ഡെസേർട്ട് അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. മന്തി പ്രേമികൾക്ക് ഇവരുടെ ഈ ഒരു ആംബിയൻസിൽ നിന്നും മട്ടൺ ആയാലും ചിക്കൻ ആയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇതെന്ന് പറയുന്നത്. ഫാമിലി എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? ഓക്കെ, അടിപൊളി. ഇനിയിപ്പോ ഖത്തറിലെ മട്ടൺ പ്രേമികളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെ തന്നെ പറയാം. സംസം അടിപൊളി ഏട്ടാ. ഓക്കെ, സീ യു. ശുക്രാൻ. ഹായ്, നൈസ് ടു മീറ്റ് യു. ഇത് വയസ്സ് ഏത് ലൊക്കേഷൻ വരുന്നത്? അബു ഹമൂർ, ദോഹയിലെ അബു ഹമൂർ അല്ലേ?